പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാമൂഹിക ബന്ധം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്, ഇൻഷാ അല്ലാഹ്. മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം എന്നാൽ അവനൊരു സാമൂഹിക ജീവിയാണ് എന്നുള്ളതാണ്. മറ്റൊരാളെ ആശ്രയിക്കാതെ, മറ്റൊരാളുടെ യാതൊരു സഹായവും ഇല്ലാതെ തനിച്ച് ജീവിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ അല്ലാഹു തആല അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറത്തുൻ നിസായിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നു: യാ അയ്യുഹന്നാസി തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നിസായിലെ ആദ്യത്തെ ആയത്തിൽ തന്നെ അല്ലാഹു മനുഷ്യരോടാണ് പറയുന്നത്. ഹേ മനുഷ്യരെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഒരു ആത്മാവിൽ നിന്ന് തന്നെ സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ ഇണയെ സൃഷ്ടിക്കുകയും ചെയ്തതിനെക്കുറിച്ചും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചുമാണ് അള്ളാഹു ഈ ഒരായത്തിലൂടെ വിവരിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ പഠിക്കണം, ജീവിക്കാൻ ശ്രമിക്കണം. ഒരു സാമൂഹിക ഘടന നാം ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് ആലോചിക്കണം. നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ മറ്റുള്ള സമൂഹത്തിന് വേണ്ടി കൂടി ജീവിക്കണം. സമൂഹ ഘടനയിൽ നല്ലത് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം, നല്ലത് ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല നമ്മോട് പറയുന്നത്, മനുഷ്യരോട് പറയുന്നത്, നമുക്ക് പല ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഒരു സമൂഹത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം, മക്കളോടുള്ള ഉത്തരവാദിത്തം, അതുപോലെ കുടുംബക്കാരോടുള്ള ഉത്തരവാദിത്തം, അയൽവാസികളോടുള്ള ഉത്തരവാദിത്തം, നാട്ടുകാരോടുള്ള ഉത്തരവാദിത്തം. നമുക്കങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇസ്ലാമിക പ്രബോധനം എന്നാൽ ഒരു സ്റ്റേജ് കെട്ടി അതിൽ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുക എന്നത് മാത്രമല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി അവരോട് നല്ലത് പഠിപ്പിക്കുകയും നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ്. നല്ല നല്ല കൂട്ടുകാരാവുകയും അങ്ങനെ ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക. ഒരു കൂട്ടുകുടുംബത്തിലെ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറുക. ആവശ്യമുള്ള സ്ഥലത്ത്, ആവശ്യമുള്ളിടത്ത് നമ്മുടെ പ്രസൻസ് അവിടെ നമ്മൾ എത്തിക്കുക. നമ്മൾ എത്ര തന്നെ ദീനീബോധമുള്ളവരായിരുന്നാലും നമ്മൾ മറ്റുള്ളവരോട് പിണങ്ങി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.